പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ചൈനയിലേക്ക് പോവുകയാണ്. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി നാളെ ചർച്ച നടത്തും. 7 വർഷത്തിനിടയിൽ മോദിയുടെ ആദ്യ ചൈനീസ് സന്ദർശനമാണിത്. US-ന്റെ പുതിയ നിലപാടുകളുടെ പശ്ചാത്തലത്തിൽ ഭാരതവും ചൈനയും നടത്തുന്ന ചർച്ച ലോകരാഷ്ട്രങ്ങളും ഉറ്റുനോക്കുകയാണ്. ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. അമേരിക്കയെ ഭയന്ന് ഭാരതത്തോട് അടുത്ത് ചൈന. പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിന്റെ അഭ്യർത്ഥനയെ തുടർന്നാണ് ചൈനയുമായുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ ഭാരതം തയ്യാറെടുത്തത്. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് ഷീ ജിൻപിങ് മാർച്ചിൽ കത്തയച്ചിരുന്നു. ഭാരതവുമായി സഹകരണം ദൃഢമാക്കണം എന്നും ഒരുമിച്ച് നിൽക്കണമെന്നും കത്തിൽ ഷീ ജിൻപിങ് ആവശ്യപ്പെട്ടിരുന്നു. കത്തിന്റെ പകർപ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അയച്ചുവെന്നും ബ്ലൂംബർഗ് എന്ന രാജ്യാന്തര വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നു. വിശകലനവുമായി വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസ് ചേരുന്നു. ഡോക്ടർ മോഹൻ വർഗീസ്, നമസ്തേ, ഗുഡ് മോർണിംഗ്. വളരെ കൗതുകകരമായ, വളരെ പ്രധാനപ്പെട്ട, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റ് മാർച്ചിൽ നടന്ന സംഭവമാണ്. പക്ഷേ ഇപ്പോഴാണ് ഇത് പുറത്തു വരുന്നത്. ചൈനീസ് പ്രസിഡന്റ് മുൻകൈയെടുത്ത് ഭാരതവുമായി ഊഷ്മള ബന്ധം സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് ഭാരതത്തിൻ്റെ രാഷ്ട്രപതിക്ക് കത്തയക്കുന്നു. ഈ കത്ത് അവിടെ വെച്ചിരിക്കുന്നു. അതിനുശേഷം ഇതിൻ്റെ പകർപ്പ് പ്രധാനമന്ത്രിക്കും ലഭിക്കുന്നു. ഒരു ജൂൺ മാസത്തോടു കൂടി കേന്ദ്ര സർക്കാർ ഇതിൽ ചർച്ച തുടങ്ങും. ഇതിൻ്റെ ഒരു ടൈം ലൈൻ നോക്കുമ്പോൾ ട്രംപ് ഈ സ്വഭാവം മാറ്റി തുടങ്ങിയപ്പോൾ, ട്രംപ് ടാരിഫ് ഭീഷണിയൊക്കെ എടുത്തു തുടങ്ങിയപ്പോൾ ആയിരിക്കണം ഭാരതം, സ്വാഭാവികമായിട്ടും അടുത്ത കാലത്ത് ഭാരതം നയതന്ത്ര തലത്തിൽ രാജ്യാന്തര ബന്ധങ്ങളുടെ കാര്യത്തിൽ, നയങ്ങളുടെ കാര്യത്തിലൊക്കെ എടുക്കുന്ന പല തീരുമാനങ്ങളും ആലോചിച്ച് ഉറപ്പിച്ച് പലപ്പോഴും കുറുക്കിക്കൊള്ളുന്നത് എന്ന് തോന്നുന്ന രീതിയിലാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് അല്ലേ? അങ്ങയുടെ ആദ്യ പ്രതികരണം, ആദ്യ വിലയിരുത്തൽ എന്താണ്? ഈ വാർത്ത ഉറ്റുനോക്കുന്നത് അങ്ങ് US-ലിരുന്ന് ട്രംപാണ്. ഈ വാർത്ത ഏറ്റവും അധികം ഒരുപക്ഷെ അങ്കലാപ്പിലാക്കുന്നതും അദ്ദേഹത്തെ തന്നെ ആയിരിക്കും. ഡോക്ടർ മോഹൻ വർഗീസ്. ശ്രീ പ്രദീപ് പിള്ള, ഭൗമ രാഷ്ട്രീയത്തിന്റെ ഗതിവിഗതികളെ പൂർണ്ണമായും മാറ്റിമറിക്കാൻ പര്യാപ്തമായ ഒരു ടേൺ ഓഫ് ഇവന്റ്സ് ആണ് ഈ മാർച്ച് 2025 മുതൽ ഇതുവരെയുള്ള ഒരു ടൈം ലൈൻ നോക്കുമ്പോൾ കാണുന്നത്. പ്രത്യേകിച്ച് ചൈന ഇന്ത്യ റിലേഷൻഷിപ്പിൽ നോക്കൂ, ലോകത്തെ ജനസംഖ്യയുടെ 1/6 ചൈനയിലാണ്, മറ്റൊരു 1/6 ഇന്ത്യയിലാണ്. അങ്ങനെ നോക്കുമ്പോൾ 1/3 of the world live in either India and China collectively. ഈ ഒരു പശ്ചാത്തലത്തിൽ ഇവിടെ ഏഷ്യയിലെ 2 ശക്തികൾ തമ്മിലുള്ള സഹകരണം എന്നതിനേക്കാൾ കൂടുതൽ പീപ്പിൾ ടു പീപ്പിൾ കോണ്ടാക്ട്, അത് മാത്രമല്ല മാറി വരുന്ന സാഹചര്യത്തിൽ ഭാവിയിലെ 2 വൻപൻ ഇക്കോണമികൾ, അതായത് ഇപ്പൊ തന്നെ വരുന്ന കണക്കുകൾ അനുസരിച്ച്, ബ്ലൂംബർഗിന്റെ തന്നെ എസ്റ്റിമേറ്റ്സ് അനുസരിച്ച്, അതുപോലെ സ്റ്റാൻഡേർഡ് യങ്ങിന്റെ എസ്റ്റിമേറ്റ്സ് എല്ലാം അനുസരിച്ച് ഇന്ത്യയുടെ GDP വളർച്ചയുടെ തോത് പരിഗണിക്കുമ്പോൾ ഭാവിയിൽ ഇത് നിലനിർത്താൻ ആവുകയാണെങ്കിൽ 2036 ശേഷം ഭാരതവും ചൈനയുമായിരിക്കും ലോകത്തെ 2 വൻപൻ സാമ്പത്തിക ശക്തികൾ. അമേരിക്കയെ മറികടന്നുകൊണ്ട് ഇപ്പോൾ 4.1 ട്രില്യൺ ഇക്കോണമി എന്നത് ഒരുപക്ഷെ 10 മടങ്ങ് വളരാനുള്ള സാധ്യത മുന്നിൽ കാണുന്നു. അമേരിക്കയുടെ റേറ്റ് ഓഫ് ഗ്രോത്ത് പരിഗണിച്ച് ഇന്ത്യയുടെ റേറ്റ് ഓഫ് ഗ്രോത്തിനേക്കാൾ 3/1 മാത്രമേ ഉള്ളൂ അമേരിക്കയുടെ റേറ്റ് ഓഫ് ഗ്രോത്ത്. ആ രീതിയിൽ നോക്കുമ്പോൾ ഭാവി വളർച്ചാ സാധ്യതകൾ കൂടി പരിഗണിക്കുമ്പോൾ ലെറ്റ് us tango എന്ന് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് ഇന്ത്യയോട് പറയുകയാണ്. ലെറ്റ് ദി ചൈനീസ് ഡ്രാഗൺ ടാങ്കോ വിത്ത് ഇന്ത്യൻ എലിഫന്റ് എന്ന് പറയുമ്പോൾ അനന്തമായ സാധ്യതകളാണ് സഹകരണത്തിന്. ഇതിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങൾ ചരിത്രപരമായ വസ്തുതകളാണ്. കാരണം ചരിത്രപരമായി ഭാരതത്തിന് സാംസ്കാരികമായും ചരിത്രപരവുമായും അത്ര നല്ല സുഗമമായ ഓർമ്മകളല്ല 1959-60 മുതൽ നാളിതുവരെ ചൈനയുമായി ഉണ്ടായിട്ടുള്ളത്. അതിർത്തി തർക്കം ഒരു വശത്തെ, ദലൈലാമയ്ക്ക് അഭയം നൽകിയതുമായി ബന്ധപ്പെട്ട വിഷയം, അടുത്ത ദലൈലാമയെ നിശ്ചയിക്കുന്നതിൽ ചൈനയ്ക്ക് പങ്കുണ്ടാകണം എന്ന ചൈനയുടെ ആഗ്രഹം മറ്റൊരു ഭാഗമായി നിൽക്കുന്നു. തൈവാനുള്ള നിലപാട് മറ്റൊരു വിഷയമാണ്. അങ്ങനെ ഒരുപിടി വിഷയങ്ങൾ പരിഹരിക്കപ്പെടേണ്ടതുണ്ട്. ഇതിനുള്ള സന്നദ്ധത, ആര് പൂച്ചക്ക് ആദ്യം മണികെട്ടും എന്നതായിരുന്നു വിഷയം. ഇവിടെ ചൈന ഒരു ഇനിഷ്യേറ്റീവ് എടുത്തു. ശ്രീ പ്രദീപ് പിള്ള സൂചിപ്പിച്ചതുപോലെ ചൈന ഹാസ് ടേക്കൺ ആൻ ഇനിഷ്യേറ്റീവ്. തലത്തിൽ നിന്നുമല്ല, ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് തന്നെ ഇന്ത്യൻ പ്രസിഡന്റ് ദ്രൗപദി മുർമുവിന് മാർച്ച് മാസം കത്തെഴുതുകയാണ്.
അപ്പൊ ഡൊണാൾഡ് ട്രംപിന്റെ ടാരിഫ് യുദ്ധങ്ങളുടെ ഒരു തുടക്കം, ചൈനയ്ക്കെതിരെയാണ് ആദ്യം വൻതോതിൽ നീങ്ങിയത്. ഭാരതം വെയിറ്റ് ആൻഡ് വാച്ച് പോളിസി അഡോപ്റ്റ് ചെയ്തിരുന്ന ഒരു മാസമാണ് മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങൾ. മെയ് മാസത്തെ പാകിസ്ഥാനുമായുള്ള ഓപ്പറേഷൻ സിന്ധൂർ പോരാട്ടം, ആ ഒരു യുദ്ധം അവസാനിക്കുന്ന ഘട്ടം മുതലാണ് ഭാരതം യഥാർത്ഥത്തിൽ പൂർണ്ണമായി മാറി ചിന്തിച്ചത്. അപ്പൊ ചൈനയുടെ ഒരു ഓഫർ നിലവിലുണ്ട്. ഓഫർ എന്നത് നമുക്ക് സൗഹൃദമാകാം. അത് കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ തന്നെ, 2024 ഒക്ടോബറിൽ തന്നെ അതിർത്തി കാര്യങ്ങളിൽ ഈ സൈനിക യൂണിറ്റുകൾ പരസ്പരം ധാരണയിൽ എത്തിയിരുന്നു. അപ്പൊ 2017 ദോക്ലാം പോരാട്ടം, 2020 ഗൽവാൻ ഒരു സ്ട്രമിഷസ്, ഇതെല്ലാം തന്നെ പഴങ്കഥയാക്കിക്കൊണ്ട് ചൈനീസ് പീപ്പിൾസ് ലിബറേഷൻ ആർമിയും ഇന്ത്യൻ സൈന്യവും തമ്മിൽ ഒരു ധാരണയിൽ പോവുകയാണ്. അതിർത്തിയിൽ പോരാട്ടം വേണ്ട, കടന്നുകയറ്റങ്ങൾ ആവശ്യമില്ല, പരസ്പര ബഹുമാനത്തോടുകൂടി അതിർത്തി സംരക്ഷിച്ചുകൊള്ളാം. ആ ഒരു തീരുമാനം ഒക്ടോബർ, അപ്പൊ ഏതാണ്ട് ഒരു വർഷമാകുന്നു. അത് അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകണം എങ്കിൽ മാത്രമേ, ജോയിന്റായി നിന്നാൽ മാത്രമേ ടാരിഫ് യുദ്ധത്തിൽ ചൈനയ്ക്കും ഇന്ത്യക്കും ഒരു മേൽക്കൈ ലഭിക്കൂ. അമേരിക്കയുടെ ആ ഒരു നീരാളിപ്പിടുത്തത്തിൽ നിന്നും കുതറി മാറണം എന്ന ആഗ്രഹം ചൈന നേരത്തെ തന്നെ പ്രകടിപ്പിച്ചിരുന്നു. അതുകൊണ്ടാണ് ചൈനീസ് എക്സ്പോർട്സ്, ഒരു മൊത്തം എക്സ്പോർട്സിന് 17% അമേരിക്കയിലേക്ക്, അത് 13% ഘട്ടം ഘട്ടമായി കുറച്ചുകൊണ്ട് വന്നുകൊണ്ട് ചൈന ഡൈവേഴ്സിഫൈ ചെയ്യുന്ന ഒരു കാഴ്ചയാണ് കഴിഞ്ഞ ഏതാനും വർഷം, കഴിഞ്ഞ 4-5 വർഷം, ട്രംപിന്റെ 1ാം ഊഴത്തിനും 2ാം ഊഴത്തിനും ഇടയിലുള്ള കാലഘട്ടത്തിൽ ചൈന വളരെ ഫലപ്രദമായി തങ്ങളുടെ ട്രേഡ് എക്സ്പോർട്സ് അത് ഡൈവേഴ്സിഫൈ ചെയ്ത് കൊണ്ടുവന്നു. പക്ഷെ ഭാരതം നേരെ മറിച്ച് അമേരിക്കയുമായി കൂടുതൽ അടുക്കുന്ന കാഴ്ചയാണ് കണ്ടത് കഴിഞ്ഞ 4-5 വർഷത്തിനുള്ളിൽ. നമ്മുടെ അമേരിക്ക ഇന്ത്യ ട്രേഡ് ക്വാഡ്രൂപ്പിൾ ചെയ്യുന്ന ഒരു കാഴ്ച കണ്ടു. അത് ഒരു ഘട്ടത്തിലെത്തി നിൽക്കുമ്പോഴാണ് ട്രംപിന്റെ വ്യാപാര യുദ്ധ പ്രഖ്യാപനവും ഈ കഴിഞ്ഞ മാസം മുഴുവൻ തന്നെ വലിയ ആശങ്കകളിലായിരുന്നു. ഇപ്പോൾ കൃത്യമായ ഒരു നിഗമനത്തിലെത്താൻ നമുക്ക് കഴിയുന്നുണ്ട്. ആശങ്കകൾ യാഥാർത്ഥ്യമായിരിക്കുന്നു. ഡോക്ടർ മോഹൻ വർഗീസ്, ഒന്ന് ഇടപെട്ട് ഞാൻ മറ്റൊരു കാര്യം ചോദിക്കട്ടെ. ഒന്ന്, അങ്ങിപ്പോൾ പ്രയോഗിച്ചൊരു പ്രയോഗമുണ്ട്, നീരാളിപ്പിടുത്തം. ആ നീരാളിപ്പിടുത്തത്തിൽ നിന്ന് കുതറി മാറാൻ, ഒന്ന്, ആനയും വ്യാളിയും ഒരുമിക്കുന്നു. 2, ഭാരതം US ഭാരതത്തോട് അടുക്കാൻ ശ്രമിച്ചത് എന്ത് കണ്ടിട്ടായിരുന്നു? ഏഷ്യയിൽ അവരുടെ ശബ്ദമാകാൻ, ഏഷ്യയിൽ ഒന്ന് ചുവടുറപ്പിക്കാൻ ഉള്ള ഒരു കൈത്താങ്. 1. 2, അതിനുവേണ്ടി ചില സൗജന്യങ്ങളൊക്കെ ചെയ്തു തരും. 3, ഒരു സൗജന്യം എന്നുള്ളത്, ഒരു പേട്രണൈസിങ് മനോഭാവം, അത് മാത്രമായിരുന്നു US-ന് ഇതുവരെയും. അതുകൊണ്ടാണ് ഒരല്പം നാട്ടിൽ ഒന്ന് ക്ഷതമേൽക്കും അല്ലെങ്കിൽ കോട്ടമേൽക്കുമെന്ന് തോന്നിയപ്പോൾ ടാരിഫിന് മേൽ ടാരിഫുമായി US വിരട്ടാൻ ശ്രമിച്ചത്. പക്ഷെ കാലം മാറിയതോ, ഇവിടത്തെ ഭരണം മാറിയതോ, ഭരണത്തിൻ്റെയും ഭരണകൂടത്തിൻ്റെയും ഭരണ നേതൃത്വത്തിൻ്റെയും സ്വഭാവം, രീതി, ആർജവം മാറിയതോ തിരിച്ചറിഞ്ഞില്ല ഡൊണാൾഡ് ട്രംപ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഉപദേശകർ, അതല്ലെങ്കിൽ വൈറ്റ് ഹൗസ് എന്ന് വേണം കരുതാൻ. സമ്മർദ്ദം ചെലുത്തുമ്പോൾ വഴങ്ങിയിരുന്ന ഭാരതത്തെ മാത്രമേ അവർ കണ്ടിരുന്നുള്ളൂ. പല ഘട്ടങ്ങളിലായി സമ്മർദ്ദം ചെലുത്തിയപ്പോൾ അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്ന് പറഞ്ഞപ്പോൾ സാധ്യമല്ല. ഭാരതത്തിന് പ്രധാനം ഭാരതത്തിൻ്റെ താല്പര്യമാണ്. ഭാരതത്തിന് പ്രധാനം ഭാരതത്തിൻ്റെ കർഷകരുടെ താല്പര്യമാണ്. ഭാരതത്തിന് പ്രധാനം ഭാരതത്തിലെ ക്ഷീര കർഷകരും ക്ഷീരമേഖലയുമാണ് എന്നുറക്കെ പറയാൻ, ധൈര്യത്തോടെ പറയാൻ ആർജവമുള്ളൊരു സർക്കാർ, അതിനെ പ്രതിനിധീകരിച്ച് അവിടെ ചെന്ന ഡോക്ടർ എസ് ജയശങ്കർ എന്ന വിദേശമന്ത്രി, നമ്മുടെ വ്യാപാര മന്ത്രി പീയൂഷ് ഗോയൽ തുടങ്ങി ഒട്ടേറെ പേർ അണിനിരന്ന ഒരു പുതിയ ഭാരതത്തെ കണ്ടാണ് US-ന്, പ്രത്യേകിച്ച് ട്രംപിന് വിരളി പിടിച്ചത്. ആജ്ഞാനുവർത്തികളെ മാത്രമേ അദ്ദേഹം കണ്ടു ശീലിച്ചുള്ളൂ. ഭാരതത്തെ ആയുധമാക്കി ചൈനയെ പൂട്ടാം എന്നായിരുന്നു പദ്ധതി. ചൈന തന്ത്രപരമായി നീങ്ങി. ആദ്യം ഭാരതം വളരെ കൃത്യമായി. ഡോക്ടർ മോഹൻ വർഗീസ്, എനിക്ക് കാണാൻ ഏറ്റവും പെട്ടെന്ന് ഉപമിക്കാൻ കഴിയുന്ന ഒരു ഗെയിം ഓഫ് ചെസ് പോലെയാണെന്ന് തോന്നുന്നു. കരുനീക്കങ്ങൾ ഒന്നൊന്നായി കണ്ടു. ഭാരതവും കരുനീക്കി. ഭാരതത്തിൻ്റെ പുതിയ തലമുറയിൽ ഒട്ടനവധി ഗ്രാൻഡ് മാസ്റ്റർമാരും ചെസ് ചാമ്പ്യന്മാരുമുണ്ട്. അതിനെ ഉത്തേജിപ്പിക്കും വിധം ഉള്ള നീക്കങ്ങൾക്കൊടുവിലാണ് ഇപ്പോൾ ട്രംപ് ഒരുപക്ഷെ പകച്ചു നിൽക്കുന്നത്. ചൈനയുടെയും അതിനൊപ്പിച്ച് ഭാരതത്തിൻ്റെയും നീക്കങ്ങൾ കണ്ടിട്ട്. ചൈന സമ്മർദ്ദം ചെലുത്തിയിരുന്നപ്പോൾ ഭാരതം US-മായി അടുത്തു, വ്യാപാര ബന്ധം സുദൃഢമാക്കി, അതല്ലെങ്കിൽ നയതന്ത്ര തലത്തിൽ ചില സിഗ്നലുകൾ നൽകി.
ചൈന വഴങ്ങി എന്ന് വേണം വായിച്ചെടുക്കാൻ. അങ്ങ് അതിൻ്റെ ഒരു വിശദമായ ഒരു വിശകലനം അങ്ങിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു ആ ലോക ചതുരംഗ പലകയിലെ കരുനീക്കങ്ങളിൽ ഇവിടെ ഏറെ ഗ്രാൻഡ് മാസ്റ്റർമാർ ഇപ്പുറത്ത് നിറഞ്ഞു നിൽക്കുന്നത് അമേരിക്ക കാണാതെ പോയി. അതായത് ഇന്ത്യയുടെ പൊളിറ്റിക്കൽ DNA വന്ന മാറ്റം വായിച്ചെടുക്കുന്നതിൽ പരാജയപ്പെടുന്ന അമേരിക്ക. ഇവിടെ മുൻപ് മുതൽ തന്നെ ഉണ്ടായിരുന്ന ഒരു പാരഡൈമാണ് ചൈനയെ കൗണ്ടർ ചെയ്യാനായി ഏഷ്യയിൽ ഏതെങ്കിലും ഒരു ശക്തി ഉണ്ടെങ്കിൽ അത് ജപ്പാൻ അല്ല, ഓസ്ട്രലേഷ്യ മേഖലയിലെ ഓസ്ട്രേലിയ അല്ല, സൗത്ത് കൊറിയ അല്ല, മറിച്ച് ഭാരതം മാത്രമാണ്. അതുകൊണ്ട് സൈനിക ശക്തിയും സാമ്പത്തിക ശക്തിയും എല്ലാം ചേർത്തുകൊണ്ട് കൗണ്ടറിങ് ചൈന പോളിസി മാത്രമായി അമേരിക്ക മുന്നോട്ട് പോയപ്പോൾ ഭാരതത്തിന്റെ ഇന്റേണൽ റിസോൾവ് മനസ്സിലാക്കുന്നതിൽ അമേരിക്ക പൂർണ്ണമായി പരാജയപ്പെട്ടു. പൂർണ്ണമായി പരാജയപ്പെടാനുള്ള കാരണം ട്രംപ് രണ്ടാം ഊഴത്തിൽ തന്റെ അഡ്വൈസേഴ്സിനെ മാറ്റി. ആദ്യ ഊഴത്തിൽ അദ്ദേഹത്തിന് ലഭിച്ച അഡ്വൈസ് അദ്ദേഹം ഒരുപക്ഷെ ആഗ്രഹിച്ച അഡ്വൈസ് അല്ല. അദ്ദേഹത്തിന് പാർലമെന്ററി മെജോറിറ്റി ഉണ്ടായിരുന്നില്ല. സെനറ്റിലും ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സിലും വേണ്ട കാര്യങ്ങൾ പുഷ് ചെയ്ത് കൊണ്ടുപോകാൻ തക്ക ഒരു മെനുവർ ചെയ്യാൻ തക്ക ഒരു നമ്പേഴ്സ് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അതല്ല. അദ്ദേഹം പോപ്പുലർ വോട്ടോടുകൂടി അദ്ദേഹം പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു വരുന്നു. അദ്ദേഹത്തിന് പിന്നിൽ ഒരു വലിയ കോൺസ്റ്റിറ്റ്യുവൻസി ഉണ്ട്, കുടിയേറ്റ വിരുദ്ധതയുടെ ഒരു കോൺസ്റ്റിറ്റ്യുവൻസി, ചില ഓവർച്യൂർസ് ഉള്ള ഒരു കോൺസ്റ്റിറ്റ്യുവൻസി. അത് മാത്രമല്ല അമേരിക്ക ഫസ്റ്റ് എന്ന ട്രംപിന്റെ ചാൻസിനോടൊപ്പം തന്നെ നിൽക്കുന്ന മറ്റു രാജ്യങ്ങൾ താല്പര്യങ്ങൾ, ലോക താല്പര്യങ്ങൾ ഒന്നും തന്നെ പരിഗണിക്കാതെ അമേരിക്ക ഫസ്റ്റ് എന്ന സ്വാർത്ഥ താല്പര്യങ്ങൾ, അതായത് ഡീഗ്ലോബലൈസേഷന് വേണ്ടി ശ്രമിക്കുന്ന ഒരു കർശനമായ ലോബി, ഇതിന്റെ എല്ലാം പിന്തുണയോടുകൂടിയാണ് ട്രംപ് ഇപ്പോൾ അധികാരത്തിൽ വരുന്നത്. അങ്ങനെയെങ്കിൽ ആ അധികാരം അങ്ങോട്ട് പ്രയോഗിച്ചു കളയാം എന്ന ധാരണ, അവിടെയാണ് ഈ വിരട്ടലിന്റെ രാഷ്ട്രീയം. അപ്പൊ ട്രംപ് പറയുന്നത് നോക്കൂ, താൻ 6 യുദ്ധങ്ങൾ തന്റെ 6-7 മാസത്തെ കാലാവധിയിൽ താൻ 6 യുദ്ധങ്ങൾ അവസാനിപ്പിച്ചു, ഇനിയും യുദ്ധങ്ങൾ അവസാനിപ്പിക്കാനുണ്ട്, താൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹം യുദ്ധം അവസാനിപ്പിക്കാൻ ഉപയോഗിച്ച ആയുധം ഉപയോഗിച്ചു എന്ന് അദ്ദേഹം ക്ലെയിം ചെയ്യുന്ന ആയുധം ടാരിഫാണ്. അപ്പൊ ലോകത്ത് ആദ്യമായിട്ടായിരിക്കണം ഒരുപക്ഷെ ടാരിഫ് ഒരു ആയുധമായി, സമാധാനം കൊണ്ടുവരാനുള്ള ഒരു ആയുധമായി ടാരിഫ് ഉപയോഗിക്കുന്നത്. അങ്ങനെ ഉപയോഗിച്ച ഒരു ആയുധം ഇന്ത്യക്ക് നേരെ ആ ആയുധം ഉപയോഗിച്ചപ്പോഴാണ് പാളിയത്. കാരണം റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനായി, റഷ്യയുടെ ഒരു സാമ്പത്തിക സ്ഥിതി ഒന്ന് കുറച്ചുകൊണ്ടുവരാനായി, റഷ്യക്ക് ലഭിക്കുന്ന വരുമാനം തുച്ഛീകരിക്കാൻ വേണ്ടി ഭാരതത്തിനെതിരെ കർശനമായ ഉപാധികൾ വെച്ചപ്പോൾ ഭാരതത്തിന് മറ്റ് ഓപ്ഷൻസ് ഉണ്ട് എന്ന് പറയാതെ പറഞ്ഞു വെക്കുകയായിരുന്നു. അതാണ് ചൈന ബന്ധം. അപ്പൊ ചൈനയുമായി മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു വൈജാത്യം തുടരും എന്ന ഒരു ധാരണയാണ് അമേരിക്ക ഉണ്ടായിരുന്നത്. പക്ഷെ അങ്ങനെയല്ല സംഭവിച്ചത്. ചൈനീസ് പ്രസിഡന്റ് ഇങ്ങോട്ടൊരു പാലമിട്ടപ്പോൾ ആ പാലത്തിൽ അങ്ങോട്ട് നടക്കാനുള്ള ഒരു ധൈര്യവും സ്ഥൈര്യവും, കാരണം നമ്മുടെ പ്രയോറിറ്റി അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. ചൈന ഇന്ത്യക്ക് കോമ്പറ്റീറ്റർ ആണ് എന്ന് അറിയാതെയല്ല, അല്ലെങ്കിൽ പുലിമടയിലേക്ക് വെറുതെ കയറി ചെല്ലുകയല്ല. നമ്മുടെ പ്രയോറിറ്റീസ് നന്നായിട്ടറിയാം. ഇന്ത്യയുടെ വളർച്ചാ നിരക്കിനെ കുറിച്ചുള്ള പൂർണ്ണ ബോധ്യം നമുക്കുണ്ട്. അതുകൊണ്ട് അത് മാത്രമല്ല, ചൈനയും അമേരിക്കയും തമ്മിൽ ഇപ്പോൾ വ്യാപാര യുദ്ധം ഉണ്ട് എന്ന് പറയുമ്പോഴും ചൈനയ്ക്ക് ഇന്ത്യക്കുള്ള ടാരിഫിനേക്കാൾ കുറവാണ് ആത്യന്തികമായി ഇപ്പോൾ ട്രംപ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ബാക്കി ടാരിഫുകൾ നിലവിൽ വരാനിരിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകും എന്ന ഒരു ആശങ്ക ഭാരതത്തിന് ഇല്ലാതില്ല. അതുകൊണ്ടാണ് ജപ്പാനുമായി ഒരു വൈവിധ്യമാർന്ന രാജ്യങ്ങളുമായി ബന്ധം, ചൈന ജപ്പാൻ ബന്ധവും അത്ര സുഗമമല്ല ചരിത്രപരമായി എന്ന ഓർമ്മയുണ്ട്. കാരണം ജപ്പാനും ഇന്ത്യയും അമേരിക്കയും ഓസ്ട്രേലിയയും ചേർന്ന ക്വാഡ് സഖ്യം തന്നെ ചൈനയെ ഒരു തരം ദക്ഷിണ സമുദ്രങ്ങളിൽ കണ്ടെയ്ൻ ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ്. ഇതെല്ലാം നിലനിൽക്കെ തന്നെയാണ് ജാപ്പനീസ് വിസിറ്റ്. നോക്കൂ, ഈ ജാപ്പനീസ് വിസിറ്റ് പ്രൈം മിനിസ്റ്റർ മോദി ഈസ് ക്ലബ്ഡ് വിത്ത് ദ ചൈനീസ് വിസിറ്റ്. നോക്കൂ, ജപ്പാനിൽ 2 ദിവസം, ചൈനയിൽ ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ മീറ്റിംഗിൽ പങ്കെടുക്കാനായി 2 ദിവസം. ഇവിടെ ജപ്പാൻ സന്ദർശനം ഇപ്പോൾ അവസാന ഘട്ടത്തിലേക്ക്, അവസാന ലാപ്പിലേക്ക് എത്തി നിൽക്കുകയാണ്. അവിടെ തന്നെ 10 ട്രില്യൺ യെന്നിന്റെ ഒരു അടുത്ത 10 വർഷത്തേക്കുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് പദ്ധതിയാണ് ഒരു വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അമേരിക്കയുടെ സഖ്യരാജ്യങ്ങളായ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ, ബ്രിട്ടൻ, ഗ്രേറ്റ് ബ്രിട്ടൻ, ജപ്പാൻ, ഈ രാജ്യങ്ങളുമായിട്ടെല്ലാം തന്നെ സ്വതന്ത്ര വ്യാപാര കരാറുകളും വലിയ വ്യാപാരവും നടത്താൻ ഇന്ത്യ മടിക്കുന്നില്ല എന്നതുകൂടി ട്രംപിനുള്ള സൂചനയായി കാണണം. അതോടൊപ്പം ചൈനയുമായി ഉള്ള വ്യാപാര ബന്ധം മാത്രമല്ല, തന്ത്രപരമായ ഒരു ബന്ധമാണ്. ഈ ബന്ധം അമേരിക്കയ്ക്ക് ഉൾക്കൊള്ളാവുന്നതിലും അധികമാണ്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു വിലപേശൽ തന്ത്രം എന്ന നിലയിലാണ് ഇപ്പോൾ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നത്. കാരണം
അമേരിക്കയുടെ ട്രേഡ് നെഗോസിയേറ്റേഴ്സ് ഇവിടെ എത്തും. വീണ്ടും ട്രംപിന്റെ ഫോൺ കോൾ ഉണ്ടാകും നരേന്ദ്രമോദിക്ക്. അമേരിക്കയുടെ ആവശ്യമാണ്. ശ്രീ പ്രദീപിള്ള സൂചിപ്പിച്ചല്ലോ ഇത് ആരുടെ ആവശ്യമാണ് എന്ന്. അമേരിക്കയുടെ ആവശ്യമാണ്. ഇന്ത്യ എന്ന വിപണി ലോകത്തെ ഏറ്റവും വലിയ മധ്യവർഗ വിപണിയാണ് ഇന്ത്യ എന്ന് നോക്കണം. അവിടെയാണ് സാധനങ്ങൾ, ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നത്, വിറ്റഴിയുന്നത്. അത് അവഗണിച്ചുകൊണ്ട് അമേരിക്കയ്ക്ക് ദീർഘകാലം മുന്നോട്ട് പോകാനൊക്കില്ല. അമേരിക്കയുടെ ദേശീയ കടം അവരുടെ മൊത്തം ഇക്കോണമിയേക്കാൾ, മൊത്തം GDP-യേക്കാൾ കൂടുതലാണ് അവരുടെ ആത്യന്തിക കടം. 120% പൊതുകടം. ഇന്ത്യയുടെ കടം 80% മാത്രമാണ്. ഇത് ഭാവിയിലേക്കുള്ള ഒരു സൂചനകൾ വെച്ച് നോക്കുമ്പോൾ അമേരിക്ക വിൽ ഹാവ് ടു കൺസിഡർ ദ മാർക്കറ്റ്, ഇന്ത്യ ആസ് എ മാർക്കറ്റ് വെരി സീരിയസ്ലി. അത് മാത്രമല്ല ഇന്ത്യയുടെ മാൻ പവർ, ഇന്ത്യയുടെ ടെക്നോ പവർ, അത് മാത്രമല്ല ഭാവി വളർച്ചാ സാധ്യത. കാരണം ഗുണമേന്മയുള്ള ഒരു ജനതയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ടെക്നിക്കലി സ്കിൽഡ്, പ്രൊഫഷണലി എക്വിപ്ഡ് ഭാരതം. അതുകൊണ്ട് ഒരു ഡെമോഗ്രാഫിക് ഡിവിഡന്റ് തീർച്ചയായും ഭാരതത്തിന് അനുകൂലമാണ്. ചൈനയേക്കാൾ മെച്ചപ്പെട്ട നിലയിലാണ് ഭാരതം എന്ന് ഓർക്കണം. ചൈന 70-കളിൽ മുതൽ ഫോളോ ചെയ്യുന്ന ഡോക്ടർ മോഹൻ വർഗീസ് വളരെ രസകരമായ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ്. അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഭൗമ രാഷ്ട്രീയം, ജിയോ പൊളിറ്റിക്സ്, നയതന്ത്രം, ഇതിലെ ഓരോ നീക്കങ്ങളും. അങ്ങ് പറഞ്ഞ ഒരു കാര്യം കൂടി ഒന്ന് വളരെ പെട്ടെന്ന് ഒരു മിനിറ്റിൽ ഒരു വിലയിരുത്തൽ കൂടി. അങ്ങ് ജപ്പാൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഇടപെടാൻ ശ്രമിച്ചത്. ഇതിൽ വളരെ രസകരമായ ഒരു സംഗതിയുണ്ട്. US ചൈന, ഭാരതം ചൈന, ഭാരതം ജപ്പാൻ, ചൈന ജപ്പാൻ, US ജപ്പാൻ, ഭാരതം ഓസ്ട്രേലിയ. ഇങ്ങനെ ചൈനയ്ക്ക് ഇഷ്ടമില്ലാത്തൊരു ഘടകം അവിടെ നിൽക്കുന്നു. അല്ലെങ്കിൽ ഒരു ഡെറ്ററൻറ്റ് എന്നുള്ള നിലയിൽ ഭാരതവും ജപ്പാനുമായിട്ടുള്ള ഊഷ്മളമായ സൗഹൃദം. അത് ഈ ട്രംപിനെ പോലെ സീസൺ അനുസരിച്ച് സ്വഭാവം മാറുന്ന ഒരു ബന്ധമല്ല ഭാരതം ജപ്പാൻ എന്നുള്ളത്. അതുപോലെ തന്നെ സ്ഥിരതയാർന്നതാണ് ജപ്പാനും ചൈനയും തമ്മിലുള്ള വൈരവും. അപ്പോൾ US-ൻ്റെ ഈ ഇടയ്ക്കിടെയുള്ള ഈ സ്വഭാവം മാറ്റം അല്ലെങ്കിൽ അവസരവാദത്തിന് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു അച്ചുതണ്ട് ഭാരതം ജപ്പാൻ അവിടെ നിൽക്കുന്നു. അതുപോലെ തന്നെ US അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു ഭാരതത്തെ, പുതിയ ഭാരതത്തെ, ലോകത്തിലെ 3ാമത്തെ വലിയ ഇക്കോണമിയായി വളർന്നുകൊണ്ടിരിക്കുന്ന ഭാരതത്തെ. അതുപോലെ തന്നെ വളർച്ചാ നിരക്കിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഭാരതത്തെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. അതല്ലെങ്കിൽ അവരുടെ പഴയ ആ ഒരു പ്രെജുഡിസ് അവരെ ബാധിച്ചു. ഇതിനുള്ള കൃത്യമായ കൊട്ട് എന്ന് വേണ്ടേ പറയാൻ, നോക്ക് അല്ലെങ്കിൽ ഓൺ ദ നക്കിൾസ് എന്ന് പറയുന്ന പോലെ അല്ലേ ഡോക്ടർ മോഹൻ വർഗീസ്? പെട്ടെന്ന് അങ്ങനെ തന്നെയാണ് ശ്രീ പ്രദീപിള്ള, അങ്ങനെ തന്നെയാണ് ഞാനും കരുതുന്നത്. കാരണം ഒരു വ്യവസ്ഥ ഇപ്പോൾ അമേരിക്ക നയിക്കുന്ന ഡോളർ അധിഷ്ഠിതമായ ഒരു ഗ്ലോബൽ ഓർഡർ ഇത് ക്രംബിൾ ചെയ്തെങ്കിൽ മാത്രമേ ഈ താഴെയുള്ള പ്ലേയേഴ്സിന് മുകളിലേക്ക് വരാനൊക്കൂ. ഇതൊരു ചാർണിംഗ് ഫാക്ടറാണ്. ഇത് നമ്മൾ കണ്ടതാണ്, 2 ആവർത്തി കണ്ടതാണ്. 1998 ഇന്ത്യ ഉപരോധം നേരിട്ടപ്പോൾ നമ്മൾ സാമ്പത്തികമായി വലിയൊരു ശക്തി ആയിരുന്നില്ല. ആ ഉപരോധത്തെ നമുക്ക് മറികടക്കാനായി എന്നതാണ് ഒന്നാമത്തെ നേട്ടം. രണ്ടാമത്തെ ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 2008-9 വർഷത്തെ ആഗോള സാമ്പത്തിക മാന്ദ്യമാണ്. ആഗോള സാമ്പത്തിക മാന്ദ്യത്തിൽ വിദേശ വിപണികൾ, പ്രത്യേകിച്ച് പാശ്ചാത്യ വിപണികൾ തകർന്നടിച്ചപ്പോൾ, സമ്പദ് വ്യവസ്ഥകൾ കൂപ്പുകുത്തിയപ്പോൾ ഭാരതത്തിന് നട്ടെല്ല് നിവർത്തി നിൽക്കാനായി എന്നത് ഒരു റെസിലിയൻ ഫാക്ടറാണ്. അന്ന് മുതലാണ് ഒരു സാമ്പത്തിക മാന്ദ്യം കഴിഞ്ഞതിന് ശേഷം ഭാരതത്തിന് പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല എന്നതും കൂടി ഓർക്കണം. അതുകൊണ്ട് ഈ ഒരു വ്യവസ്ഥ, അമേരിക്ക അച്ചുതണ്ടായി പ്രവർത്തിക്കുന്ന ആ വ്യവസ്ഥ മാറിയെങ്കിൽ മാത്രമേ, ഡോളർ മേധാവിത്വം പുലർത്തുന്ന വ്യവസ്ഥ മാറിയെങ്കിൽ മാത്രമേ ചൈനയ്ക്കും ഇന്ത്യക്കും മുൻനിര പോരാളികളായി വരാനാവൂ. അതുകൊണ്ട് താൽക്കാലികമായി എങ്കിലും ഈ ലോകക്രമം ഉടച്ചു വാർക്കുന്നതിന് ഭാരതത്തിനും ചൈനയ്ക്കുമുള്ള താല്പര്യത്തിന്റെ സംയോജനമാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ടാണ് ഒരു പാരഡൈം ഷിഫ്റ്റ് അല്ല അമേരിക്ക ആഗ്രഹിക്കുന്നത്. ഈ പാരഡൈമിൽ മുന്നോട്ട് പോകുക, അതിൽ നിന്നും സാൽവേജിങ് സം പ്രൈഡ്, ഇതായിരുന്നു അമേരിക്കയുടെ ആഗ്രഹം. പക്ഷേ ഈ പാരഡൈം തന്നെ മാറ്റിമറിക്കാനുള്ള ഇച്ഛാശക്തി റഷ്യയും ചൈനയും, റഷ്യയെ തുച്ഛീകരിച്ച് കാണേണ്ടതില്ല. റഷ്യ മുൻപ് വൻ ശക്തിയായിരുന്നു, ഇപ്പോൾ ക്ഷയിച്ചു എങ്കിൽ പോലും ഭൗമരാഷ്ട്രീയത്തിൽ റഷ്യക്ക് വഹിക്കാവുന്ന പങ്ക് നിസ്തുലമാണ്. അതുകൊണ്ട് ചൈന, റഷ്യ, ഇന്ത്യ, അതോടൊപ്പം അമേരിക്കൻ ചേരിയിൽ നിൽക്കുന്ന ജപ്പാൻ ഒരിക്കലും ആ രൂപത്തിൽ രാഷ്ട്രീയമായി അല്ലെങ്കിൽ സൈനികമായി ചേരില്ലായിരിക്കാം. പക്ഷേ സഹകരണത്തിന്റെ എല്ലാ സാധ്യതകളും, കാരണം ജപ്പാൻ ആഗ്രഹമുണ്ട് ചൈനീസ് ഒരു ആധിപത്യം അല്ലെങ്കിൽ ചൈനീസ് മിലിറ്ററി ഡോമിനൻസ് ഇൻ ദ റീജിയൻ, അതിൽ നിന്നും മാറണമെങ്കിൽ സൗഹൃദവും ഒരു നയതന്ത്രം തന്നെയാണ്. അല്ലാതെ ഈ ഡിറ്ററൻസിലൂടെ അമേരിക്കയുടെ ഹെൽപ്പോട് കൂടി ചൈനയെ ഡിറ്റർ ചെയ്ത് നിൽക്കാം എന്നത് മാത്രമല്ല, ചൈനീസ് വ്യാളിയെ
സൗഹൃദത്തിലാക്കുക വഴി അതിനെ ചെക്ക്മേറ്റ് ചെയ്യാൻ ജപ്പാനും ഭാരതവും ഒരുപോലെ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഏഷ്യൻ ശക്തികളുടെ ജപ്പാൻ, ചൈന, ഇന്ത്യ എന്നീ ഏഷ്യൻ ശക്തികൾ, അതുപോലെ റഷ്യയും ഞാൻ ഏഷ്യൻ ശക്തിയായി കൂടി കാണുകയാണ്. 90% റഷ്യൻ ടെറിട്ടറിയും ഏഷ്യയിലാണ്. അതുകൊണ്ട് ഏഷ്യൻ വൻകരയുടെ ശബ്ദം ഉയർന്നു കേൾക്കാൻ തുടങ്ങുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു യൂറോ സെൻട്രിക് ആൻഡ് ട്രാൻസ് അറ്റ്ലാന്റിക് വേൾഡ് ഓർഡർ പഴങ്കഥയായി മാറും എന്ന ഒരു നിഗമനം സൈലന്റ് ആയിട്ടെങ്കിലും ജപ്പാനെയും ചൈനയും ഇന്ത്യയും റഷ്യയും എല്ലാം തന്നെ ഭരിക്കുന്നുണ്ട്. അതിന്റെ പ്രതികരണങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സന്ദർശനങ്ങളും നയതന്ത്രങ്ങളും വേറിട്ട തന്ത്രങ്ങളും എല്ലാം അതിന്റെ ഭാഗമായിട്ടാണെന്നാണ് ഞാൻ കരുതുന്നത്. റൈറ്റ്. ഡോക്ടർ മോഹൻ വർഗീസ്, വളരെ കൃത്യമായ വിലയിരുത്തലാണിത്. നമ്മുടെ ഒരു കമന്റ് വളരെ കൃത്യമായി വന്നിട്ടുണ്ട്. ബാബുശ്രീ, നമ്മൾ രണ്ടുപേരെയും ഭാരതം കൂടുതൽ വിശ്വസിച്ചുകൂടാ എന്നുള്ളതാണ്. വളരെ ശരിയാണ്. ചൈനയുടെ സ്വഭാവം അതാത് കാലത്ത് കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ കാലഘട്ടത്തിൻ്റെ ആവശ്യം, അല്ലെങ്കിൽ അവരുടെ നിലനിൽപ്പിൻ്റെ ആവശ്യം. US അതുപോലെ തന്നെ ഒരു കാലത്ത് പാകിസ്ഥാനെ ഉപയോഗിച്ചിരുന്നു. ആ ഘട്ടത്തിൽ പാകിസ്ഥാനുമായി ചേർന്ന് ഭാരതത്തിനെതിരെ നീങ്ങി അന്ന് രക്ഷയ്ക്കെത്തിയത് റഷ്യയായിരുന്നു. ഒരുപക്ഷെ റഷ്യയുടേതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഏറെക്കുറെ സ്ഥിരതയാർന്ന ബന്ധമായിരുന്നു ഭാരതവും റഷ്യയും തമ്മിൽ. അതിപ്പോഴും തുടരുന്നു. അപ്പോൾ അങ്ങ് പറഞ്ഞതുപോലെ ഒരു ന്യൂ വേൾഡ് ഓർഡർ, ഒരു പുതിയ ലോകക്രമം ഉരുത്തിരിഞ്ഞ് വരികയാണ്. അതിൽ എവിടെ നിൽക്കണം, അത് താക്കോ സ്ഥാനത്ത് തന്നെ നിൽക്കണമെന്നും ബഹളമില്ലാതെ നിയന്ത്രണം, ഈ കരുക്കളുടെ നിയന്ത്രണം ഭാരതത്തിൻ്റെ കയ്യിലേക്ക് വരുന്നു എന്നുള്ളതും വ്യക്തമാണ്. ഒരുപക്ഷെ ഇതിൻ്റെ പ്രകോപനം ആവാം ട്രംപിനെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത്. ഏറ്റവും പുതിയ വാർത്ത കണ്ടില്ലേ, US അപ്പീൽ കോടതി തന്നെ ഈ താരിഫ് നാടകമൊക്കെ എടുത്ത് കളഞ്ഞു. ഇത് നിയമപരമായി നിലനിൽക്കില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. വളരെയധികം നന്ദി ഡോക്ടർ മോഹൻ വർഗീസ്. തുടർ മണിക്കൂറുകളിൽ അങ്ങയിലേക്ക് വരും. നമുക്ക് ഈ വിഷയം വളരെ കൃത്യമായി ഫോളോ ചെയ്യേണ്ടതുണ്ട്. ഭാരതത്തിൻ്റെ നയതന്ത്രത്തിൽ, രാജ്യാന്തര ബന്ധത്തിൽ ഭാരതത്തിൻ്റെ ഈ കരുനീക്കങ്ങൾ വളരെ ശ്രദ്ധേയമാണ്, സുപ്രധാനമാണ്. വളരെയധികം നന്ദി ഡോക്ടർ മോഹൻ വർഗീസ്, ഈ അവസരത്തിൽ ജനൻ TV പ്രേക്ഷകരുമായി അങ്ങയുടെ വിശകലനം പങ്കുവച്ചതിന്.